താൻ സ്വർണം കട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് വി ഡി സതീശനോട് ചോദിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ കൊണ്ട് പറയിപ്പിച്ചത്? അത് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുകയും ചെയ്തു എന്നുള്ളത് ഒന്ന്. ഇന്നും എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ കേസ് നേരിടുന്ന ഒരാൾ സ്വർണം കട്ടവനെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത്? അതല്ല ഉദ്ദേശം. വെല്ലുവിളിക്കുന്നു ആത്മധൈര്യത്തോടുകൂടെ. വെറുതെ ഒരു പത്രക്കാരുടെ മൈക്ക് കാണുമ്പോൾ പ്രസ്താവന നടത്തുന്ന ഏർപ്പാടല്ല. കോടതിയിൽ ലക്ഷങ്ങൾ തുക ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം കേസ് കൊടുത്തു. ആ കേസിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി എന്താണ്? ആ മറുപടി ഉറങ്ങാൻ കഴിയുന്നില്ല, സ്വർണം കട്ടവനെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം എന്ന് പറയുന്നത്. ധൈര്യമായി കേസ് നടത്തണം. പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ നിന്ന് എത്രയാണോ മാനനഷ്ടം ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പണം മാറ്റിയെടുക്കണം. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും കേസിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെളിവ് കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മാനനഷ്ട കേസ് നമുക്കറിയാമല്ലോ, ഇന്നലെ തുടങ്ങി നാളെ തീരുന്നതല്ല. എന്ത് ചെയ്യും? അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. സഖാവ് കടകംപള്ളി ആ കേസിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ? പറഞ്ഞ പ്രസ്താവനയ്ക്ക് കൈയോട് കൂടെ പിടിച്ചിട്ടാണല്ലോ ലക്ഷങ്ങൾ മടക്കി കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്. എന്തേ അത്തരം ഒരു സമീപനം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും ഇല്ല? ഈ മാനനഷ്ട കേസിനെ കുറിച്ച് ഇങ്ങനെ വാദോദാരം സംസാരിക്കുന്ന പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, പിണറായി വിജയനെതിരെ എന്തുമാത്രം ആരോപണങ്ങളാണ്, ആക്ഷേപങ്ങളാണ് പ്രധാനപ്പെട്ട കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ഉൾപ്പെടെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ എന്താ അദ്ദേഹത്തിന് മാനമില്ലാഞ്ഞിട്ടാ? എന്താ മാനമില്ലാഞ്ഞിട്ടാണോ? ഈ മാനനഷ്ട കേസിനെ കുറിച്ചൊക്കെ വാദോദാരം സംസാരിക്കുന്നവർ പിണറായി വിജയനെ ആർജം പുറഞ്ചം എടുത്ത് ഭിത്തിയിലൊട്ടിച്ചിട്ട് ഒരു കേസ് കൊടുക്കാൻ അദ്ദേഹത്തെ ഇവിടുത്തെ എല്ലാം വെല്ലുവിളിച്ചല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം കേസ് കൊടുക്കാത്തത്? അദ്ദേഹത്തിന് മാനമില്ല എന്ന് CPM-ന്റെ പ്രതി കണക്കാക്കുകയാണോ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.